ഇതേ ഒരു പ്രായമാവുന്ന ടൈമിലാണ് കേട്ടോ ഇലമുറിയം വണ്ടിന്റെ ആക്രമണം, അതേപോലെ തന്നെ മറ്റു കീടങ്ങളെ ആക്രമണമൊക്കെ തളിരിലയിൽ കൂടുതലായിട്ട് വരുന്നത്. ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കണ്ടില്ലേ, അതുപോലെ കട്ട് ചെയ്ത് നമ്മളിങ്ങനെ ഇലകള് നമ്മളെ മണ്ണിലേക്ക് ഇട്ടിടുക, മാവിന്റെ ചൂട്ടിലൊക്കെ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത്. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മളെ വീട്ടില് മാവിന്റെ തൈകൾ വെച്ചിട്ടുള്ള എല്ലാവരും നേരിടുന്ന ഒരു വിഷയമാണ്. പുതിയ തളിരിലകൾ വരുമ്പോൾ അതിന് പല രീതിയിലുള്ള കീടശല്യങ്ങൾ വരിക, തളിരില കട്ട് ചെയ്തിടുക, അങ്ങനത്തെ പല രീതിയിലുള്ള രോഗങ്ങൾ മാവിൽ കാണുന്നുണ്ട്. അപ്പൊ കൂടുതലായിട്ട് ഇത് കാണുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള വെയില് മഴ മാറി മാറി നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ. ഇപ്പൊ ചൂട് കാലത്ത് പെയ്യുന്ന മഴകളൊക്കെ പെയ്തു കഴിഞ്ഞാലാണ് മാവില് എന്നല്ല എല്ലാതരം ചെടികളിലും ഇതുപോലത്തെ കീടശല്യം കൂടുതലായിട്ട് കാണാം. അപ്പൊ തളിരില വരുന്ന ടൈമിൽ തന്നെ തളിരില കരിഞ്ഞു പോകുക, അതുപോലെ തളിരിലകൾ നമ്മളെ കത്രി കൊണ്ട് കട്ട് ചെയ്ത പോലെ മുറിഞ്ഞു വീഴുക. അപ്പൊ ഇതൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു കീടത്തിന്റെ ആക്രമണം കൊണ്ട് മാത്രം വരുന്നതല്ല ഇങ്ങനെ മാവിൽ കേട്ടോ. അപ്പൊ പല രീതിയിലുള്ള ആക്രമണം കൊണ്ടും ഇതേപോലെ മാവുകളിൽ തളിരില കരിഞ്ഞു പോവുക, അതേപോലെ മുറിഞ്ഞു പോവുക. അപ്പൊ ഇതെങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത് എന്നും അതിനെങ്ങനെ നമുക്ക് പ്രതിരോധിക്കുക എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ചെറു കീടത്തിന്റെ ആക്രമണമാണ്. ഇതിപ്പോ കണ്ടില്ലേ, തളിരില വരുന്ന ഒരു ടൈമില് അതിങ്ങനെ കരിഞ്ഞ് സൈഡുകളൊക്കെ കരിഞ്ഞു വരുന്ന പോലെ ഒരു ആകൃതി ഷേപ്പിൽ വരാതിരിക്കുന്നത് ഇത് ചെറിയൊരു കീടത്തിന്റെ ഒരു ആക്രമണമാണ് കേട്ടോ. അത് ചെറിയൊരു പ്രാണിയാണ്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ തളിരില വരുന്ന ടൈമിൽ അതിന്റെ അടിഭാഗത്തും തണ്ടിലൊക്കെ ആയിട്ട് വന്നിട്ട് നീരൂറ്റി കുടിക്കുകയാണ് ചെയ്യുക. അപ്പൊ നീരൂറ്റി കുടിക്കുമ്പോൾ അതിലേക്ക് വരുന്ന പോഷകങ്ങൾ, ഇപ്പൊ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ആ ഇലകളിലേക്ക് പോഷകങ്ങളൊന്നും വരാതിരിക്കും. അപ്പൊ തളിരില വരുന്ന ഒരു ടൈമിൽ തന്നെ അത് കറക്റ്റായിട്ട് വിരിഞ്ഞു വരാതെ ഇതുപോലെ കരിഞ്ഞ പോലെ ഇത് കണ്ടില്ലേ, ഒരു മുരടി ചിക്കുന്ന രൂപത്തിലായിട്ട് വന്നിട്ട് അത് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ വെയില് മഴ അങ്ങനെ മാറി മാറി വരുന്ന ഒരു കാലാവസ്ഥയിലും ചെടികളിൽ കൂടുതലായിട്ടും മാവുകളിൽ വരുന്നതാണ് കുമിൾ രോഗങ്ങൾ. കുമിൾ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഈ തളിരില വരുന്ന ടൈമിൽ ഇതിങ്ങനെ തൂമ്പ് കരിഞ്ഞു പോവുകയാണ് ചെയ്യുക. അപ്പൊ അതും തണ്ടിനാണ് കൂടുതലായിട്ട് ബാധിക്കുക. അപ്പൊ തണ്ടിനെ ബാധിച്ചു കഴിഞ്ഞാൽ പുതിയ തളിരിലകൾ വരില്ല. ഇപ്പൊ മാവ് പൂവിട്ടൊരു സ്റ്റേജ് ആണെന്നുണ്ടെങ്കിലും അത് കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പൊ കുമിൾ രോഗങ്ങൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ സ്വാഭാവികമായിട്ട് പ്രതിരോധിക്കില്ല കുമിൾ നാശിനികളാണ്. നമ്മൾ സ്യൂഡോമോണസും കറക്റ്റായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുമിൾ രോഗങ്ങൾ വരാതെ ഒരുപാട് നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ അതുപോലെ മാവിന്റെ തളിരിലകളെ ബാധിക്കുന്ന മറ്റൊരു വിഷയമാണ് ഇലമുറിയം വണ്ടുകളുടെ ആക്രമണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് കണ്ടില്ലേ, നല്ല രീതിയിൽ നമുക്ക് മാവില് തളിരില വരുന്ന സമയത്താണ് ഈ ഇലമുറിയം വണ്ടിന്റെ ആക്രമണം കൂടുതലായിട്ട് ഉണ്ടാവും കേട്ടോ. ഇപ്പൊ തളിരില വരുന്ന ഒരു സമയത്ത് കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കണ്ടില്ലേ, അതുപോലെ കട്ട് ചെയ്ത് നമ്മളിങ്ങനെ ഇലകള് നമ്മളെ മണ്ണിലേക്ക് ഇട്ടിടുക, മാവിന്റെ ചൂട്ടിലൊക്കെ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇലകൾ ഇട്ടുണ്ടാവുക. കറക്റ്റായിട്ട് നമ്മൾ കത്രിക കൊണ്ട് കട്ട് ചെയ്ത പോലെ ആയിരിക്കും ഇലകൾ ഉണ്ടാവുക. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാൽ ഈ ഇലമുറിയം വണ്ടുകൾ ഈ മാവിന്റെ തളിരിലയിൽ വന്നിട്ട് അടിഭാഗത്തായിട്ട് മുട്ട ഇട്ട് വെക്കും. എന്നിട്ട് അത് കട്ട് ചെയ്ത് നമ്മളെ മണ്ണിലേക്ക് ഇടും. അപ്പൊ മണ്ണിൽ വെച്ചിട്ട് അത് വീണ്ടും മുട്ട വിരിഞ്ഞിട്ട് ഒരു 15 ദിവസം കഴിയുമ്പോൾ വീണ്ടും അത് മാവില് പുതിയ തളിരില വരുമ്പോൾ അതിനെ ആക്രമിക്കാനായിട്ട് വരുന്നതാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ, ഇപ്പൊ മാവിന്റെ ചോട്ടിൽ ഇതുപോലെ ഇലകൾ കട്ട് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് എടുത്തിട്ട് നമ്മൾ ഒന്നെങ്കിൽ കത്തിച്ച് കളയണം, അല്ലാന്നുണ്ടെങ്കിൽ ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നശിപ്പിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് മണ്ണിൽ വീണ്ടും, അപ്പൊ നമ്മൾ താഴത്തല്ലേന്ന് വിചാരിച്ചിരുന്നാൽ അത് വീണ്ടും മുട്ട വിരിഞ്ഞിട്ട് നമ്മൾ മാവിനെ വീണ്ടും ആക്രമിച്ചു കൊണ്ടേയിരിക്കും കേട്ടോ. തളിരില ഇതേ ഒരു പ്രായമാവുന്ന ടൈമിലാണ് കേട്ടോ ഇലമുറിയം വണ്ടിന്റെ ആക്രമണം, അതേപോലെ തന്നെ മറ്റു കീടങ്ങളെ ആക്രമണമൊക്കെ തളിരിലയിൽ കൂടുതലായിട്ട് വരുന്നത്. ഇപ്പൊ ഈ ഒരു പ്രായമായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ കീടങ്ങളെ ആക്രമണമൊന്നും തളിരിലയിൽ കൂടുതലായിട്ട് വരൂല കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, പുതിയ തളിരില വന്നാൽ മാത്രമേ ആ മാവിന് പൂവ് വരുള്ളൂ. അപ്പൊ കൂടുതലായിട്ട് ഇപ്പൊ സെപ്റ്റംബർ നവംബർ മാസങ്ങളിൽ കൂടുതലായിട്ട് മാവില് തളിരില വരും. അപ്പൊ നമ്മൾ വർഷത്തിൽ 2 വട്ടം നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. കാരണം ഇപ്പോൾ മെയ് മാസം ലാസ്റ്റ് ആകുമ്പോൾ നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കും. അപ്പോൾ മഴക്കാലത്തിന് മുന്നോടിയായിട്ട് തളിരിലകൾ നല്ല രീതിയിൽ വരും. അതേപോലെ തന്നെയാണ് നമ്മൾ ഒരു സെപ്റ്റംബർ ഫസ്റ്റ്, ഓഗസ്റ്റ് ലാസ്റ്റ്, സെപ്റ്റംബർ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ലാസ്റ്റ് ആയിട്ടുള്ള പ്രൂണിങ്ങും ചെയ്ത് കൊടുക്കും. ആ ഒരു സമയത്ത് നമുക്ക് ഇതുപോലത്തെ കീടങ്ങൾ ആക്രമണം കൂടുതലായിട്ട് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഈ കീടശല്യം നമുക്ക് എങ്ങനെയാണ് തടയുക എന്നുള്ളത് നോക്കാം. അപ്പൊ ഈ കീടനാശിനി നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് സാഫാണ് കേട്ടോ. അപ്പൊ സാഫ് ഞാൻ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഇതുപോലെ ബോട്ടിലാക്കി വെച്ചതാണ്. അപ്പോൾ സാഫ് അങ്ങനെ ആക്കി വെക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വീര്യം നശിക്കും. അപ്പൊ സാഫ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ സാഫ് ഒരു ഫംഗിസൈഡാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ സാഫ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡോ മിശ്രിതമൊക്കെ എടുക്കട്ടെ, പല കമ്പനിയുടെ ആയിട്ടും നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇതിനു വേണ്ടി ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് എടുത്താൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു ഇൻസെക്ടിസൈഡ് ആണ് കേട്ടോ. അപ്പൊ ഞാനിപ്പോ എടുത്തിട്ടുള്ളത് കോറന്റ് ആണ്.
ഇനി വേറെ ഏതെങ്കിലും കമ്പനിയുടെ ഇൻസെക്ടിസൈഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കുന്നതിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഞാനിവിടെ 1 ലിറ്റർ കീടനാശിനി റെഡിയാക്കുന്ന ഒരു അളവാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഇത് 5 ലിറ്ററിന്റെ സ്പ്രെയർ ആണ്. അപ്പൊ ഇതിലേക്ക് 1 ലിറ്റർ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇതിലേക്ക് ആദ്യം നമ്മൾ 1 ലിറ്റർ വെള്ളം നമ്മൾ നിറച്ച് വെക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ എടുക്കുന്ന ഇൻസെക്ടിസൈഡ് നമ്മൾ 2 ml ആണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ കൂടുതലാവാൻ വേണ്ടി പാടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ സിറിഞ്ച് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ml ഇവിടെ ഇൻസെക്ടിസൈഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് 1 ലിറ്ററിലേക്ക് 2 ഗ്രാം സാഫാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പൂണിൻ്റെ ഒരു പകുതി വെച്ചിട്ട് നമ്മൾ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഒരു അളവ് ഏകദേശം സാഫ് ഇനിയിപ്പോൾ ലേശം കൂടി പോയിച്ചിട്ടും നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു 2 ഗ്രാം സാഫും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇൻസെക്ടിസൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഇൻസെക്ടിസൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആണ്. അത് വെച്ചാൽ നമ്മൾ അടിച്ചു കൊടുക്കുന്ന ടൈമിൽ മാത്രം അവിടെ എന്തെങ്കിലും കീടങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് നശിക്കുള്ളൂ. മാക്സിമം പോയാൽ ഒരു 3/4 മണിക്കൂർ. അത് കഴിഞ്ഞാൽ ഇതിന്റെ എഫക്റ്റ് കാര്യമായിട്ടുണ്ടാവില്ല. വലിയ കീടങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പേലമുറിയം കൊണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനുശേഷം വന്നിട്ട് വീണ്ടും ചെടികൾ ആക്രമിക്കാം. ഇപ്പൊ സാഫ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗിസൈഡ് ആണ്. എല്ലാവർക്കും അറിയാലോ സാഫ് ഉപയോഗിക്കുക. കാരണം ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ഇങ്ങനെ ചെടികൾക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സാഫ് ഉപയോഗിക്കും. അതേപോലെ നമ്മൾ പ്രൂൺ ചെയ്താലൊക്കെ സാഫ് അതേപോലെ ബോഡോമിശ്രത്തൊക്കെ അവിടെ ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ തേച്ച് പുരട്ടി കൊടുക്കാറുണ്ട്. അപ്പൊ സാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് ചെടികൾ വലിച്ചെടുക്കാൻ പറ്റും സാഫ്. അപ്പോൾ നമ്മൾ ഈ ഇൻസെക്ടിസൈഡും ഈ സാഫും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന ടൈമിൽ അത് ചെടികളുടെ ഇലകളിലേക്ക് വലിച്ചെടുക്കും. ആ ഒരു ടൈമിൽ ഒരു 10 ദിവസം വരെ ചെടികളുടെ ഇലകളിലെ മേലെ ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും. നമ്മൾ ഏത് ഇൻസെക്ടിസൈഡ് ആണ് കൊടുത്തത് അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും. അപ്പോൾ ഈ കീടശല്യം ഒരു 10 ദിവസം വരെ ഒക്കെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇതുപോലത്തെ രാസ കീടനാശിനികളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിത് ഉപയോഗിക്കുന്ന ടൈമിൽ നിർബന്ധമായിട്ട് നമ്മൾ ഗ്ലൗസ് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടപ്പ് കൂട്ടിയതിന് ശേഷം നമുക്ക് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കട്ടോ. കാരണം ഇതിലേക്ക് ആ സാഫ് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഇലകളിൽ എങ്ങനെയാണ് സ്പ്രേ ചെയ്യാന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഇൻസെക്ടിസൈഡ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് വൈകുന്നേരങ്ങളിലാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരങ്ങളിൽ നമ്മൾ ഇലകളുടെ അടിഭാഗത്തൊക്കെ ആയിട്ട് സാധാ കീടനാശിനി നമ്മൾ തെളിക്കുന്ന അതേ രൂപത്തിൽ തന്നെ ഇലകളുടെ അടിഭാഗത്തൊക്കെ ആയിട്ടാണ് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. കാരണം ഇലകളുടെ അടിഭാഗത്തായിരിക്കും കീടങ്ങളും മുട്ടകൾ ഉണ്ടായിരിക്കുക. അപ്പൊ മാവുകളിൽ നിന്ന് മാത്രമല്ല എല്ലാ ചെടിയിലുള്ള കീടങ്ങൾ ആക്രമണം തടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കീടനാശിനി കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ പറഞ്ഞത് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ. ഇത് കൂടാതെയും ഇതേപോലെ തളിരിലകൾ കരിഞ്ഞു പോകാൻ ചിലപ്പോൾ നമ്മളെ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ കമ്പുകൾ അതേപോലെ തളിരിലകളൊക്കെ കരിഞ്ഞു പോവുക. അപ്പൊ നമ്മൾ ഇതിൽ സാഫ് കൊടുക്കുന്നതിനോട് ആ ഒരു ഫംഗിസൈഡ് ആയിട്ടും അത് പ്രയോഗിക്കുന്നതാണ് കേട്ടോ. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞാൽ നമ്മളെ ബോറോണിന്റെ കുറവ് മൂലം വന്നാൽ അതേപോലെ കാൽഷ്യത്തിന്റെ കുറവ് വന്നാലൊക്കെ തളിരിലകൾ വരുന്നത് ഇതുപോലെ കരിയാം. അപ്പോൾ ബോറോണിന്റെ കുറവൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. കാരണം തളിരില വരുന്ന ടൈമിൽ അതിന്റെ ചുറ്റിലായിട്ട് ബ്രൗൺ കളറായിട്ടാണ് കരിഞ്ഞു വരിക. അപ്പോൾ അത് ബോറോണിന്റെ കുറവാണ് നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ നൈട്രജൻ അടങ്ങിയ വളങ്ങൾ ചെടികൾക്ക് കൃത്യമായിട്ട് കിട്ടാതെ വരുമ്പോഴും ഇലകൾ ഇതേപോലെ കരിഞ്ഞു പോകാൻ വേണ്ടി ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതെന്താന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രതിവിധികൾ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്